ഹലോ ഗായ്സ്, അപ്പെക്സ് ഗെയിമിംഗ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്പോണായത് ഇവിടെയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡിലായിട്ടാണ് നമ്മളിപ്പോൾ സ്പോണായിരിക്കുന്നത്. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. നമുക്ക് അപ്പം അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ വുഡൊന്നും മൈൻഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടുത്തെ വുഡ് ഇത്രയും മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതെന്താ ആടും കുട്ടിയൊക്കെ. ഓ, എന്ത് ക്യൂട്ടാണ് നിന്നെ കാണാൻ. ഓ, നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് തന്നെ പോവാം. തന്നേ തള്ളയൊക്കെ ഉണ്ടോ? അവരവിടെ ഫാമിലി ആയിട്ട് ജീവിക്കട്ടെ. നമുക്ക് അങ്ങ് പോവാം. അപ്പുറത്ത് തന്നെ ഒരു ഐലൻഡ് ആണെന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു പ്ലാങ്ക് ക്രാഫ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റിക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിനി നമ്മുടെ എന്താ പറയുക ടൂൾസൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഞാനെന്ത് പൊട്ടത്തരയാക്കുന്ന ബിൽഡല്ല, ക്രാഫ്റ്റ്. അതുപോലെ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടൂൾസ് നമുക്ക് ബിൽഡ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കൊണ്ടുവന്ന് വെക്കുക. നമുക്കൊരു സോഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഇത്രയും മതി നമുക്ക്. അതുപോലെ തന്നെ ഒരു കാര്യം, ഞാൻ ഇതിപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് റെക്കോർഡ് ചെയ്തത് എൻ്റെ ഫോണിനകത്താണ്. വീഡിയോ സെപ്പറേറ്റ് ആയിട്ടും ഓഡിയോ വേറെ ആയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ കാണും. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് നമുക്ക് വരും തോറും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരണം. ഒരു വില്ലേജ് അല്ലേ, അടുത്ത് തന്നെ ഒരു റൂയിൻഡ് പോർട്ടലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഇനി വില്ലേജിൽ നിന്ന് കിട്ടാവുന്ന അത്രയും ലൂട്ട് നമുക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നു ഇതൊരു മീഡിയം സൈസിലുള്ളൊരു വില്ലേജാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ചെസ്റ്റിനകത്ത് എന്തോ ഉണ്ടെന്ന് നോക്കാം. ചെസ്റ്റ് ഇതൊന്ന് ചാറാ ചെസ്റ്റിനകത്ത്. അപ്പോൾ നമുക്കൊരു പിക്കാക്സും ഒരു ഹോയും നമുക്കൊരു ഗോൾഡൻ ബൂട്ടും അതുപോലെ തന്നെ ലോഡ് സ്റ്റോണും കുറച്ചധികം നമ്മൾ അയൺ ഇങ്കോട്ടല്ല ഗോൾഡൻ ഇങ്കോട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇവിടെ ഒരു ഫെൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തല്ലിപ്പൊടിച്ച് കളയണം. നമുക്ക് അവിടെ ഒരു അയങ്കോളമുണ്ട്. അയങ്കോളത്തിന് നമുക്ക് ഇപ്പോൾ കൊല്ലണ്ട. നമുക്ക് ഈ വീട്ടിൽ കയറി ബെഡുണ്ട്. നമുക്ക് റീസ്പോൺസ് പോയിൻ്റ് അങ്ങ് സെറ്റാക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹേ ഇരിക്കുന്നത് അതങ്ങ് പൊളിക്കാം. എന്നിട്ട് വെളിയിരിക്കുന്ന ഹേ കുറച്ചങ്ങ് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഇതെടുത്ത് വെച്ചേക്കാം. നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ ഇതാവശ്യം വരും. നമുക്കിപ്പോൾ ഇവിടെ ക്രോപ്പ് ഫാമൊക്കെ ഉണ്ടല്ലോ വലിയ. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ഇവിടെ ഒരു ചെറിയൊരു കുഴിയുണ്ട്. അതത്രയും വലിയൊരു കുഴിയല്ല. അതിനകത്ത് നമുക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് സ്റ്റോണൊക്കെ വേണേൽ നമുക്ക് ഈ കുഴിയിലോട്ടൊക്കെ ഇറങ്ങാം. ഇവിടുത്തേയും കുറച്ചങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ഒന്നും പറ്റിയില്ല. പിന്നെയും കുഴിയും അല്ലോ പിന്നോ രേഖകളും ഒരു സീഡുണ്ട്. അതൊക്കെ അങ്ങ് എടുത്തേക്കാം. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഇരിപ്പുണ്ട്. ഈ വീട്ടിൽ എന്തേലും കാണാതിരിക്കില്ല. നമുക്ക് ഇവിടുത്തെ ചെസ്റ്റ് അങ്ങ് തുറന്ന് നോക്കാം. ചെസ്റ്റ് 2 അയൺ ഇങ്കോട്ടും 2 സ്പിയറും ഒരു പിക്കാസും ഇരിപ്പുണ്ട്. ബാക്കി നമുക്ക് അവിടെ വെച്ചേക്കാം. ബാക്കി നമുക്ക് പിന്നെ ആവശ്യം വരും. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ അപ്പുറത്തും വേറൊരു വീടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി കയറി വെക്കാം. അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല. ഒരു ഡയമണ്ട്, 3 ആപ്പിളും ഒരു അയൺ ബൂട്ടും ഒരു ഹെൽമെറ്റും ഒക്കെ ഇരിപ്പുണ്ട്. ബ്രെഡ് അവിടെ ഇരിക്കട്ടെ. ബ്രെഡ് നമുക്ക് പിന്നെ ആവശ്യം വരും. അതുകൊണ്ട് അവിടെ വെച്ചേക്കുവാണ്. നമുക്ക് ഗോൾഡൻ ബൂട്ടിന് നമുക്ക് നെതറിൽ പോകുമ്പോൾ പോരെ അത് ഊരി വെച്ചേക്കാം. അയൺ ബൂട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഓക്കെ, നമ്മൾ അയൺ ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റും അതുപോലെ തന്നെ ബൂട്ടും ആയിട്ടുണ്ട്. കോപ്പർ പൊട്ടിക്കാൻ കുറിച്ച് ഞാനിത് പൊട്ടനാ. ഈ ഗോൾഡൻ്റെ ഇത് വെച്ച് പൊട്ടിച്ചാൽ നമുക്ക് കോപ്പറൊന്നും കിട്ടില്ല. നമുക്ക് നമ്മുടെ അയൺ പിക്കാസ് വെച്ച് തന്നെ പൊട്ടിക്കാം. വെറുതെ അത്രയും കോപ്പർ അങ്ങ് വേസ്റ്റായി. അത് സീനില്ല, നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിലോട്ട് ഇനി എന്താണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ബാക്കിലോട്ട് ഞാൻ ചെറിയൊരു കയറ്റം കാണുന്നുണ്ട്. നമുക്കതൊന്ന് കയറി നോക്കാം. ഓക്കെ. വലിയൊരു കുഴി. വലിയൊരു കുഴിയല്ല. ഞാൻ വെച്ചിപ്പോൾ കുഴിക്കാത്തങ്ങനെ വന്ന്. ഓക്കെ, ഇവിടെ ഒരു ഫെൻസും അതിനകത്ത് 2 പിഗൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കുഴിയാണല്ലോ. ഓക്കെ,
MLG അല്ലേ ചെയ്യാം. ഓയ് വേണ്ട ഗൈസ്, പ്രോ അല്ലേ. ഇനി ഇങ്ങോട്ട് MLG ചെയ്യേണ്ടത്. ഇത് ചെറിയൊരു ചാട്ടേ ഉള്ളൂ. ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. വീട് തുറക്കൂ. ഇവിടെ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 പന്നിയുണ്ട്, ഒരു വില്ലേജർ ഉണ്ടല്ലോ. ഹലോ അതിനോട്ടേക്ക് നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് പണിയണം ഗൈസ്. നമുക്കൊരു വീട് അത്യാവശ്യമായിട്ടും വേണം. അപ്പം ഇതാണ് നമ്മുടെ ആർമർ സെറ്റപ്പ്. ഞാൻ പറഞ്ഞു തന്നത് നമുക്കൊരു ബേസ് അത്യാവശ്യമായിട്ടും വേണം. നമുക്ക് അതുപോലെ തന്നെ ബേസിൻ്റെ പണി നമുക്ക് ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് മണ്ടയ്ക്കോട്ട് കയറിപ്പോകാം. ഹേബേൽ കയ്യിലുണ്ടല്ലോ, ഇത് വീറ്റുണ്ടാക്കിയിട്ടേ. അത് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വീറ്റെടുത്ത് നമുക്ക് ബ്രെഡ് ആക്കണം. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബേസ് പണിയണം. എൻ്റെ ഒരു വീട്, അടുത്തൊരു ചെറിയൊരു ക്രോപ്പ് ഫാം ഒക്കെ നമുക്ക് പണിയണം. ഓക്കെ, ബ്രെഡ് എടുക്കുക ഗൈസ്. നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ഓരോ കമൻറ്റ് വെച്ചിടുക ഗൈസ്. ചെറിയൊരു കമൻറ്റായിട്ട് മതി. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു നല്ലൊരു സന്തോഷം വരും അടുത്തൊരു എപ്പിസോഡിൽ. അപ്പോൾ ഓരോ കമൻറ്റ് വെച്ച് എല്ലാവരും ഇട്ടാൽ മതി. ഓക്കെ, നമ്മുടെ ബ്രെഡ് അങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കി തീർന്നു. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് അങ്ങോട്ട് പൊളിക്കുക. ഓക്കെ, നമുക്ക് മണ്ടയ്ക്കോട്ട് കയറിപ്പോകാം. ഇവിടെ കോളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ വന്നെടുക്കാം. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടും വേണ്ടത് ഒരു ബേസാണ്. നമുക്ക് ബേസിൻ്റെ പണി ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഒപ്പിക്കണം ആദ്യം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആങ്കുളമൊക്കെ ഇപ്പോൾ ഉണ്ട്. ആങ്കുളത്തിന് നമുക്കിപ്പോൾ കൊല്ലണ്ട. നമുക്ക് ബേസ് പണിയണമെങ്കിൽ സ്ഥലത്തിന് പകരം നമുക്കത് സ്റ്റോൺ കുറച്ച് വേണം. അത് ഞാൻ ഈ സ്റ്റോണൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. അതിൻ്റേതായ കുറ്റവും കുറവൊക്കെ കാണും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇതെൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റോൺ പോരാ. നമുക്ക് ഇനിയും സ്റ്റോൺ വേണം. നമുക്കാദ്യം സ്ഥലം കണ്ടുപിടിക്കുക, എവിടെ പണിയണമെന്ന്. ഇപ്പോൾ ഒരു സ്ഥലം ഇവിടുന്ന് ആണെങ്കിൽ ഇവിടായിട്ട് വേണം. ഈ ഫെൻസൊക്കെ നമുക്ക് തല്ലിപ്പൊളിച്ച് കളയല്ലേ. നോക്കട്ടെ, ഇവിടെ ഒരു സ്ഥലം ഇവിടായിട്ട് തന്നെ പണിയാൻ നോക്കാം. ആദ്യം ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറി നോക്കട്ടെ. ഇതിൻ്റെ മണ്ടയ്ക്ക് വല്ല ഇതുണ്ടോയെന്ന് ഒന്ന് കയറി നോക്കട്ടെ. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇതുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടായിട്ട് തന്നെ അങ്ങ് പണിയാം. ആ ഫെൻസ് അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് അവിടായിട്ട് അങ്ങ് പണിയാൽ മതി നമ്മുടെ ബേസ്. ഓക്കെ, വിശക്കുന്ന് ബ്രെഡ് കുറച്ച് തിന്നണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫെൻസൊക്കെ അങ്ങ് പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടായിട്ട് അങ്ങ് പണിയാം. അതിനായിട്ട് ഞാൻ പോയി കുറച്ച് സ്റ്റോൺ എടുത്തുകൊണ്ട് വരാം ഗൈസ്. അപ്പം സ്റ്റോൺ എടുത്തിട്ട് ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 2 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബേസിൻ്റെ പണി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്ഥലത്തോട്ട് ഞാനൊന്ന് പോട്ടെ. ഏകദേശം 2 സ്റ്റാക്ക് നമ്മൾ കോബിൾ സ്റ്റോൺ പൊളിച്ചിട്ടുണ്ട്. അത് മതിയാവും. അപ്പം ഇവിടെ 2 പന്നിപ്പുണ്ട്. ഒറ്റടി ഓക്കെ, അത് കണ്ടുകൊണ്ടല്ല അവൻ ഓടി. അപ്പോൾ അവനെയും ചെന്നങ്ങ് വെട്ടിയേക്കാം. കൊണ്ടില്ലേ? ഒരടി കൂടി. അത് തന്നെ. ഓക്കെ, നമുക്കിനി ഫെൻസ് അങ്ങ് പൊളിച്ച് കളയാം. ഓരോന്നായിട്ട് പൊളിച്ച് വരുമ്പോഴത്തേക്കും സമയം കൂടെ എടുക്കും. അപ്പോൾ ഈ ഫെൻസും കൂടി പൊളിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫെൻസ് അതും പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫെൻസ് എല്ലാം നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ സ്ഥലം കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു വീടിൻ്റെ കൂട്ടിലൊക്കെ ഉണ്ട്. നമുക്ക് നെതറിലൊക്കെ വൈകാതെ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫെൻസ് ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വീടിൻ്റെ ഒരു ഒരു ഫൗണ്ടേഷൻ കെട്ടണം. ഇനി ഫൗണ്ടേഷൻ കെട്ടാൻ നമ്മുടെ കോബിൾ സ്റ്റോൺ എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട് ഏകദേശം എൻ്റെ മണ്ട കയറി നോക്കട്ടെ. അവിടെ ആയിട്ട് നമുക്ക് പണിയാൻ കഴിച്ച് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇവിടുന്ന് ഒരു 10 ബ്ലോക്ക് നമുക്ക് അങ്ങോട്ട് വെക്കാം. ആ കട്ട വേണ്ട, അത് പൊളിച്ചളയാം. ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 5 കട്ട അങ്ങോട്ട് വെക്കാം. നമുക്ക് ഒരു 5 കട്ട മതി. 1 2 3 4 5. ഓക്കെ, നമുക്കിതൊന്ന് കൂട്ടി പൊട്ടിക്കാം. 1 2
3 4 5 6 അയ്യോ 6 7 8 9 10. ഓക്കെ, നമുക്കിവിടെ ഇവിടെ ഇനി സെക്കൻഡ് ലെയറും ഇവിടെ ഒരു ക്രോപ്പ് ഫാമും അതുപോലെ അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഒരു ഷെഡും വരുന്നതായിരിക്കും. ഡബിൾ ഡോർ വന്നിരുന്നോട്ടെ. ഓക്കെ, നമുക്കിവിടെ ഒരു 5 അടി പൊക്കത്തിൽ മാത്രം ഇത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ തൂണും ഒന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ തൂണും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ തൂണും ഒക്കെ വെച്ച് നമ്മളങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ കയ്യിൽ സ്റ്റോൺ തീർന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഇവിടെ മൈൻ ചെയ്യാൻ വന്നേക്കുവാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ അങ്ങ് പൊളിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ബിൽഡ് നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ കമൻറ്റിൽ പറ, നമുക്കത് ഇവിടെ കൊണ്ടുവരാം ഈ ഒരു ഇതിനകത്ത്. അപ്പോൾ നമുക്കൊരു ഇത്രയും സ്റ്റോൺ മതിയായിരിക്കും. ഇതും കൂടി അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോവാം. ഞാൻ കാണിച്ചു തരാം ഞാൻ പണിഞ്ഞത്. ഓക്കെ, സോംബി അല്ല അത് എന്തിയാടാ അത് സ്റ്റോണിന് അത് മുകളിലത്തില്ല, അവിടെ അയങ്കോളുണ്ട്, അതാവാൻ നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഇനി ഗ്ലാസ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ സെറ്റായിരിക്കും. അപ്പോൾ ഇവിടെ ഇവിടെ വെച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ സ്റ്റോൺ ചേർന്നത്. അപ്പോൾ ഇതും കൂടി അങ്ങ് വെക്കാം നമുക്ക്. ഓക്കെ, ഈ ഓട്ട ഇട്ടെടുത്തെല്ലാം നമുക്ക് ഗ്ലാസ് വരും. നമുക്കിനി ഇവിടെയും കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇനി 1 2 ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചെറിയൊരു കമൻറ്റ് നിങ്ങളിടുക. അപ്പോൾ അത് മാത്രം മതി, ഒരു ചെറിയൊരു കമൻറ്റ്. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റോൺ ഇത്ര അങ്ങ് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു 2 എണ്ണം കൂടി മതിയായിരിക്കും. ഈ കൈയിരിക്കുന്ന ഇത്ര സ്റ്റോൺ മതി കറക്റ്റ്. ഇനി ഈ ഓട്ടമുള്ളിടത്തെല്ലാം നമ്മൾ ഗ്ലാസ് കൊണ്ടുവരും. നമുക്കിനി നമ്മുടെ ഒരു ഇത്രയും പൊക്കത്തിൽ നമുക്ക് അടുത്തൊരു ലെയർ പണിയണം, അതായത് 2ാം നില പണിയണം. അപ്പം ഇത്രയും പൊക്കത്തിൽ മതിയായിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട? ഓക്കെ, അപ്പോൾ നമുക്കിനി വുഡ് വേണം. എനിക്ക് വിശക്കുന്നില്ല. ബ്രെഡ് ഞം 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 ഞം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ബ്രെഡ് തിന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വുഡ് വേണം. വുഡ് എടുക്കാൻ പോകണം. എന്നിട്ട് നമ്മുടെ വുഡ് പ്ലാങ്ക് ആക്കിയിട്ട് നമ്മുടെ ആ ലെയർ, അതായത് സെക്കൻഡ് ഫ്ലോറിൻ്റെ അത് നമുക്ക് ഫിനിഷ് ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് വുഡ് എടുക്കാം. വേറെ എവിടെ നിന്നും മരം ഞാൻ കാണുന്നില്ല. ഇവിടെ ഒരു ഓട്ടമാണല്ലോ. നമുക്ക് അപ്പുറത്തുനിന്ന് ഒന്ന് കുഴിച്ച് നോക്കാം. കുഴിച്ചല്ല, വെട്ടി നോക്കാം. ഇവിടെ ഓട്ടമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് മൈൻ ചെയ്യാം ബാക്കി. മഴയാണല്ലോ. മഴ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ എന്താണെന്നറിയത്തില്ല, അത് നിങ്ങൾ കാണണ്ട. നമ്മുടെ ചാനലൊരു ഫാമിലി കുക്കറി പച്ചക്കറി ചാനലായതുകൊണ്ട് അത് കാണണ്ട. ഇവിടെ നിന്നും 2 വുഡ് മൈൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഓട്ടയാണല്ലോ ചെസ്റ്റിനകത്ത്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ആവശ്യം വരും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേണ്ട, ഇപ്പം എടുക്കണ്ട. നമ്മുടെ വീട്ടിൽ പോയി ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് നമുക്ക് ഇത് ഒരടി കൊടുത്തിട്ട് ഓടാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് നിന്ന് ഇത് പ്ലാങ്ക് ആക്കി നമുക്ക് ഇത് ഫിനിഷ് ചെയ്യണം. ചാട് ഇനി പ്ലാങ്ക് കുറച്ചാക്കട്ടെ. ഒരു ഇത്ര മതിയാവും. ഇനി നമുക്കിത് ഫില്ല് ചെയ്യണം. ഇനി എത്ര ലെവലായിരുന്നു ഇവിടെ വെച്ചല്ലേ, അത് നോക്കട്ടെ. അങ്ങനെ ഇവിടെ നിന്നല്ലേ 1 2 3 4 എണ്ണം വെച്ച്. ഓക്കെ, ഇവിടെ നിന്ന് ഇനി ഇത്രയും ഫില്ല് ചെയ്തെടുക്കാം നമുക്ക്. അതെന്തുവാ, അത് വേറെ സൈഡ് മാറിപ്പോയതാണ്. ഓക്കെ, ഇനി ഇത് ഇത്രയും ഫില്ല് ചെയ്യണമല്ലോ. ഇത് ഫില്ല് ചെയ്യാൻ ഇനി ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ പ്ലാങ്കൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഓട്ടയൊക്കെ അടയ്ക്കാൻ ഗ്ലാസ് വേണം. അതിന് ഞാൻ പോയി ഒരു സ്റ്റാക്ക് സാൻഡ് മൈൻ ചെയ്തിട്ട് വരികയാണ്. അപ്പം സാൻഡ് നമുക്കിനി ഉരുക്കി ഗ്ലാസ് ആക്കണമെങ്കിൽ നമ്മൾ ഈ ഫർണസ് വേണം. 1 കോബിൾ സ്റ്റോൺ ഉള്ളത്. ഞാൻ പോയി ഒരു 8 കോബിൾ സ്റ്റോണും കൂടി നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് അടിത്തറ ഞങ്ങളൊക്കെ നമുക്ക് അവൻ്റെ ഒരു 8 കോബിൾ സ്റ്റോൺ നമ്മൾ മൈൻ ചെയ്യുകയാണ്. അപ്പം മോസി കോബിൾ സ്റ്റോണൊന്നും നമുക്ക് വേണ്ട. എൻ്റെ കയ്യിൽ സാൻഡില്ലായിരുന്നു. ഞാൻ സാൻഡല്ല ഷവൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടാണ് പോയി അപ്പുറത്തുനിന്ന് സാൻഡ് എടുത്തുകൊണ്ട് വന്നത്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ
എന്നിട്ട് ഒരു ഫർണസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫർണസ് എടുത്ത് കയ്യിലോട്ട് പിടിക്കണ്ടായോ? ഓക്കെ, എന്ത് ചെയ്യേ ഫർണസ് എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് ഫർണസ് അങ്ങോട്ട് വെച്ച് സാൻഡ് എടുത്ത് അങ്ങോട്ട് വെച്ച് സാൻഡ് ഉരുക്കി നമ്മൾ ഗ്ലാസ് ആക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലെങ്ത് കൂടിയോണ്ടാണ്. അപ്പം ബൈ എല്ലാവർക്കും. പീസ് ഔട്ട്.